ഹരി ഓം. ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഓം ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സദാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുദ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോന്തം സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയയിമാ പുരോ വിഭുഃ നിർമ്മായ ശേദേയതമൂഷു പൂരുഷഃ ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ
നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ പീതാംബരം കരവിരാജിതശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഓം നമഃ പരമഋഷിഭ്യോ നമഃ പരമഋഷിഭ്യഃ. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണ. ഹരി ഓം. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. നാരായണ. നാരായണ. ഒരുവിധം തിരക്കുകളൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. ഇന്നുണ്ടായിരുന്നു, പ്രോഗ്രാം ഉണ്ടായിരുന്നു, വർക്കല പോകണമായിരുന്നു, പോയില്ല, വയ്യാത്തതുകൊണ്ട്. യാത്ര ചെയ്യാൻ മടി തോന്നി, വയ്യായി തോന്നി. ശ്രീനാരായണ ഗുരുകുലം അധ്യക്ഷനായിരുന്ന മുനി നാരായണ പ്രസാദ് സ്വാമിജിയുടെ 41-ാം ദിവസം സമാധിയായതിൻ്റെ യതിപൂജയ്ക്ക് പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു, പോയില്ല. ഇനി കുറച്ച് ദിവസം വലിയ തിരക്കുകളില്ലാതെ ഇവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാം ഭഗവാന്റെ നിശ്ചയം. ഓരോ സമയത്ത് ഓരോ തിരക്കുകൾ വരുന്നത്. നമുക്ക് ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് തിരിച്ചു പോകാം, തുടരാം. ഭാഗവത ജ്ഞാനഗംഗ ഏകാദശ സ്കന്ധത്തിലെ 2-ാം അധ്യായം ഭാഗവത ധർമ്മമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. 2-ാമത്തെ യോഗി, നവയോഗികളിൽ ഹരി എന്ന യോഗിയുടെ ഭാഗവതൻ അഥവാ ഭക്തനെ കുറിച്ചിട്ടുള്ള ലക്ഷണങ്ങളെയാണ് വർണ്ണിക്കുന്നത്. ഉത്തമ ഭക്തൻ, മധ്യമ ഭക്തൻ, പ്രാകൃത ഭക്തൻ, ഇങ്ങനെ 3ആയി തിരിച്ച് ആദ്യം പറഞ്ഞതിന് ശേഷം പിന്നീട് ഉത്തമ ഭക്തനെ കൂടുതൽ വിശദമായി ലക്ഷണം പറയുകയാണ്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അവസാനത്തെ 3 ശ്ലോകങ്ങളാണ് കാണേണ്ടത് തോന്നുന്നു, അല്ലേ? അതോ 2 ശ്ലോകങ്ങളാണ്? മറന്നു. 53 വരെ പറഞ്ഞു തോന്നുന്നു. എന്തായാലും 53 ഒരിക്കൽ കൂടെ കണ്ട് 54, 55 കാണാം. അപ്പോൾ 33-ാം ശ്ലോകം മുതൽക്ക് പാരായണം ചെയ്യാം. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ ശ്രീമദ്ഭാഗവതേ ഏകാദശസ്കന്ധേ 2-യോऽധ്യായഃ. കവിരുവാച. മന്യേ കുതശ്ചിദ്ഭയമച്യുതസ്യ പാദംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്നബുദ്ധേരസദാത്മഭാവാത് വിശ്വാത്മനാ യത്ര നിവർത്തത്തെ ഭീഃ. യേ വൈ ഭഗവതാ പ്രോക്താ ഉപായാ ഹ്യാത്മലബ്ധയേ അഞ്ജഃ പുംസാമവിദുഷാം വിദ്ധി ഭാഗവതാൻ ഹിതാൻ. യാനാസ്ഥായ നരോ രാജന്ന പ്രമാദ്യേത കർഹിചിത്
ധാവൻ നിമില്യവാ നേത്രേണ സ്കലേന പതേതിഹ കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാനുസൃത സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തത് ഭയം ദ്വിതീയാ വിനിവേശദ സ്യാത് ഈശാദഭേദസ്യ വിപര്യയോ സ്മൃതിഃ തന്മായയാദോ ബുധ ആപജേത്തം ഭക്ത്യൈകയേശം ഗുരുദേവതാത്മാ അവിദ്യമാനോപ്യവഭാതി ദ്വയോധ്യാദുർധിയാ സ്വപ്നമനോരഥൗ യഥാ തത്കർമ്മസങ്കൽപ്പവികൽപകം മനോബുധോ നിരുന്ദ്യാദഭയം തതഃ സ്യാത് ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണേഃ ജന്മാനി കർമാണി ച യാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേദസംഗഃ ഏവം വ്രതഃ സ്വപ്രിയനാമകീർത്യ ജാതാനുരാഗോ ദ്രുതചിത്ത ഉച്ചൈഃ ഹസത്യധോ രോദിതി രൗതികായതി ഉന്മാദവൻ നൃത്യതി ലോകബാഹ്യഃ ഖം വായുമഗ്നിം സലിലം മഹീം ച ജ്യോതിംഷി സത്വാനി ദിശോ ദ്രുമാദീൻ സരിൽ സമുദ്രാംശ്ച ഹരേ ശരീരം യത്കിഞ്ച ഭൂതം പ്രണമേദനന്യഃ ഭക്തിഃ പരേശാനുഭവോ വിരക്തിഃ അന്യത്ര ചൈഷത്രിക ഏകകാലഃ പ്രപദ്യമാനസ്യ യദാ സ്നതഃ സ്യുഃ തുഷ്ടിഃ പുഷ്ടിക്ഷുതപായോനുഘാസം ഇത്യച്യുതാംഗ്രിം ഭജതോനുവൃത്യ ഭക്തിർവിരക്തിർഭഗവൽ പ്രബോധഃ ഭവന്തി വൈ ഭാഗവതസ്യ രാജൻ തതഃ പരാം ശാന്തിമുപൈതി സാക്ഷാത്. രാജോവാച അഥ ഭാഗവതം ബ്രൂത യദ്ധർമ്മോ യാദൃശോ നൃണാം യദാചരതി യദ്ബ്രൂതേ യൈർലിംഗൈർഭഗവത്പ്രിയഃ. ഹരിർവാച സർവഭൂതേഷു യഃ പശ്യേത് ഭഗവൽഭാവമാത്മനഃ ഭൂതാനി ഭഗവത്യാത്മന്യേഷ ഭാഗവതോത്തമഃ. ഈശ്വരേ തദധീനേഷു ബാലിശേഷു ദ്വിഷത്സു ച പ്രേമമൈത്രീകൃപോപേക്ഷായഃ കരോതി സമധ്യമഃ. അർച്ചായാമേവ ഹരയേ പൂജാം യഃ ശ്രദ്ധയേഹത്തെ ന തദ്ഭക്തേഷു ചാന്യേഷു സ ഭക്തഃ പ്രാകൃതസ്മൃതഃ. ഗൃഹീത്വാപീന്ദ്രിയൈരർത്ഥാൻ യോ ന ദ്വേഷ്ടി ന ഹൃഷ്യതി വിഷ്ണോർമായാമിദം പശ്യൻ സ വൈ ഭാഗവതോത്തമഃ. ദേഹേന്ദ്രിയപ്രാണമനോധിയാം യോ ജന്മാപ്യയക്ഷുദ്ഭയതർഷകൃച്ഛ്രൈഃ സംസാരധർമ്മൈരവിമുഹ്യമാനഃ സ്മൃത്യാ ഹരേർഭാഗവതപ്രധാനഃ. ന കാമകർമ്മബീജാനാം യസ്യ ചേതസി സംഭവഃ വാസുദേവൈകനിലയഃ സ വൈ ഭാഗവതോത്തമഃ. ന യസ്യ ജന്മകർമ്മഭ്യാം ന വർണ്ണാശ്രമജാതിഭിഃ സജ്ജതേസ്മിന്നഹം ഭാവോ ദേഹേ വൈ സ ഹരേഃ പ്രിയഃ. ന യസ്യ സ്വഃ പര ഇതി വിത്തേഷ്വാത്മനിവാഭിധാ സർവഭൂതസമശാന്തഃ സ വൈ ഭാഗവതോത്തമഃ. ത്രിഭുവനവിഭവഹേതവേപ്യഗുണ്ടസ്മൃതിരജിതാത്മസുരാദിഭിർവിമൃഗ്യാത് ന ചലതി ഭഗവൽപദാരവിന്ദാത് ലവനിമിഷാർദ്ധമപി യഃ സ വൈഷ്ണവഗ്രഃ. ഭഗവത ഉരുവിക്രമാംഗ്രിശാഖാനഗമണിചന്ദ്രികയാ നിരസ്തതാപേ ഹൃദി കഥമുപസീദതാം പുനഃ സഃ പ്രഭവതി ചന്ദ്രൈവോദിതേർക്കതാപഃ. വിസൃജതി ഹൃദയം ന യസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യഗൗകനാശഃ പ്രണയരശനയാ ധൃതാംഗ്രിപത്മഃ സ ഭവതി ഭാഗവതപ്രധാന ഉക്തഃ. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ദ്വിതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ.
നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. ഹരിയോ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം. എല്ലാവർക്കും ശുഭസായാഹ്നം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം. ഒരു നിമിഷം. നാരായണ. ഭാഗവത ജ്ഞാനഗംഗ തുടരുകയാണ്. ഏകാദശ സ്കന്ധം 2-ാം അധ്യായം. അതിൽ തന്നെ ഭക്തന്റെ ലക്ഷണങ്ങളെന്ന് പറയുന്ന ഭാഗം. ഹരി എന്ന മഹാത്മാവ് നിമി ചക്രവർത്തിയുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കുകയാണ്. ഒരു ഭാഗവതൻ എന്തെല്ലാം ധർമ്മങ്ങളോട് കൂടിയവനാണ്, അദ്ദേഹം മനുഷ്യന്മാരുടെ ഇടയിൽ എപ്രകാരം കാണപ്പെടുന്നു, എന്ത് ആചരിക്കുന്നു, എന്ത് സംസാരിക്കുന്നു, ഏതെല്ലാം ലക്ഷണങ്ങളെ കൊണ്ട് അദ്ദേഹത്തെ തിരിച്ചറിയാം എന്നുള്ള ചോദ്യത്തിന് ഹരി മറുപടി പറഞ്ഞത് നമ്മൾ വിശദമായി കണ്ടു. 2 പ്രാവശ്യം കണ്ടു അല്ലേ? കഴിഞ്ഞ ക്ലാസ്സിലും വളരെ വിശദമാക്കിയിരുന്നു. ഭാഗവത ഉത്തമൻ, ഭാഗവത മധ്യമൻ, പ്രാകൃത ഭക്തൻ, ഇങ്ങനെ 3ആയിട്ട് തിരിച്ചു പറഞ്ഞു. സകല ചരാചരങ്ങളിലും ആരാണോ ഭഗവത് ഭാവത്തെ കാണുന്നത്, എല്ലാ ഭൂതങ്ങളെയും തന്നിലും ഈശ്വരനിലും ആരാണോ കാണുന്നത്, അവൻ ഉത്തമനാകുന്നു. ഭേദഭാവനയോടുകൂടി കണ്ടുകൊണ്ട് ഈശ്വരനോട് ഭക്തിയും സജ്ജനങ്ങളോട്, ഭക്തജനങ്ങളോട്, മഹാത്മാക്കളോടെല്ലാം മൈത്രിയും, ബാലിശന്മാരോട് അഥവാ തന്നേക്കാൾ താഴ്ന്നവരോട് കൃപയും, വിദ്വേഷിക്കുന്നവരോട് ഉപേക്ഷയും ആരാണോ ചെയ്യുന്നത്, അങ്ങനെ ഭേദഭാവനയുള്ളവരാരാണോ അവർ മധ്യമന്മാരാണെന്നും, വിഗ്രഹാദികളിൽ മാത്രം ഈശ്വരനെ ശ്രദ്ധയോടുകൂടി ആരാധിക്കുന്നുണ്ടെങ്കിലും ഭഗവത് ഭക്തന്മാരിലോ സജ്ജനങ്ങളിലോ അതുപോലെ തന്നെ മറ്റുള്ളവരിലോ യാതൊരു കരുതലും ഇല്ലാത്ത, എല്ലാവരെയും അവഗണിക്കുന്നവനാരാണോ ആ ഭക്തൻ പ്രാകൃതനാകുന്നു എന്നും പറഞ്ഞതിന് ശേഷം കൂടുതൽ വിശദമാക്കി ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളെ അനുഭവിക്കുമ്പോഴും സുഖം വരുമ്പോൾ ഹർഷമുണ്ടാവുകയോ ദുഃഖം വരുമ്പോൾ ദ്വേഷമുണ്ടാവുകയോ ചെയ്യാതിരിക്കുകയും ഇതെല്ലാം വിഷ്ണുവിൻ്റെ മായയാണെന്ന് ആര് കണ്ടുകൊണ്ട് സഞ്ചരിക്കുന്നുവോ ജീവിക്കുന്നുവോ അവൻ ഭാഗവതോത്തമൻ തന്നെ. അതുപോലെ ദേഹ ഇന്ദ്രിയ പ്രാണ മനോബുദ്ധികളുടെയെല്ലാം ധർമ്മമായിരിക്കുന്ന ജന്മം, നാശം, വിശപ്പ്, ഭയം, തൃഷ്ണ മുതലായ ക്ലേശങ്ങൾ, ഇതെല്ലാം അത് സംസാരധർമ്മങ്ങളാണെന്ന് ഉറച്ചുകൊണ്ട് അവിമുഹ്യമാനഃ, ഒന്നിലും മോഹിക്കാത്തവനായി മൂഢനാവാതെ ഹരേഹേ സ്മൃത്യ, എന്തുകൊണ്ടാണ് അയാൾക്ക് ഇതിലൊന്നും മോഹമില്ലാത്തത്? ഹരേഹേ സ്മൃത്യ, ഭഗവത് സ്മരണ എപ്പോഴും ഉള്ളതുകൊണ്ട് ആരാണോ അങ്ങനെ വർത്തിക്കുന്നത്
ഈ സംസാരത്തെ നിസ്സാരമായി കാണുന്നവനാരോ അവൻ ഭാഗവത പ്രധാനൻ തന്നെയാകുന്നു. അതുപോലെ ആരുടെ മനസ്സിലാണോ കാമകർമ്മ ബീജാനാം സംഭവ ന, കാമവും കർമ്മവും അതിൻ്റെ ബീജങ്ങളായ വാസനകൾ അല്ലെങ്കിൽ അജ്ഞാനത്തിൻ്റെയും ഉത്ഭവം ആരുടെ ഹൃദയത്തിൽ, ആരുടെ മനസ്സിലില്ലയോ, വാസുദേവനിൽ തന്നെ വസിക്കുന്നവനായിരിക്കുന്ന അവൻ ഭാഗവതോത്തമനാകുന്നു. പ്രഹ്ലാദനെ പോലെയൊക്കെയുള്ള മഹാത്മാക്കൾ. അതുപോലെ ആർക്കാണോ ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ അല്ലെങ്കിൽ വർണ്ണാശ്രമ ഭേദാദികളെ കൊണ്ടോ ഈ ദേഹത്തിൽ സംഘമില്ലാത്തത്, അഹംഭാവമില്ലാത്തത്, സഹ ഹരേഹേ പ്രിയ, അവൻ ഹരിക്ക് പ്രിയതമനാകുന്നു. ആർക്കാണോ തൻ്റെ ദേഹത്തിലും അതിനോടനുബന്ധമായിട്ടുള്ള ധനാദികളിലും എന്റേതെന്നും അന്യന്റേതെന്നും സ്വഹ പരഹ ഇതി വിധ ഭേദഭാവന ഇല്ലാത്തത്, സ്വഹ പരഹ ഇതി വിധ, സ്വഹ എന്ന് പറഞ്ഞാൽ സ്വകീയം, പരഹ പരകീയം ഇതി ഭേദഭാവം ആർക്കില്ലയോ, തൻ്റേതെല്ലാം മറ്റുള്ളവർക്കും കൂടി അർഹതപ്പെട്ടതാണ് എന്നുള്ളതായിട്ടുള്ള ആ ഭാവം ആർക്കാണോ ഉള്ളത്, മറ്റുള്ളവരുടെ എല്ലാം തൻ്റേതാണെന്ന് കരുതി തട്ടിപ്പറിക്കാനൊന്നും പോകാറുമില്ല. ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മുടെ ഇതിനെല്ലാം അദ്ദേഹത്തിൻ്റേതാണെന്ന് കരുതി തട്ടിപ്പറിക്കാൻ വരുമോ എന്നുള്ളതായിട്ടുള്ള സംശയമൊന്നും വേണ്ട. തൻ്റേത് എന്നുള്ളതായിട്ടുള്ള ഭേദഭാവനയില്ല, അന്യൻ്റേത് എന്നുള്ള ഭാവവും ഇല്ല. എല്ലാം സർവഭൂതങ്ങളിലും സമഭാവനയോടുകൂടി ശാന്തനായിക്കൊണ്ട്, ഹൃദയത്തിൽ കാമമില്ലാത്തതുകൊണ്ട് ശാന്തനായിരിക്കുന്നവനാരോ സവൈ ഭാഗവതോത്തമ, അവൻ ഭാഗവതോത്തമനാകുന്നു. ത്രിഭുവന വിഭവഹേതവേവി അഗുണ്ടസ്മൃതി അജിതാത്മസുരാദിഭിർവിമൃഗ്യാത് ന ചലതി ഭഗവൽപദാരവിന്ദാത് ലവനിമിഷാർദ്ധമപി യഹ സഹ വൈഷ്ണവാഗ്ര്യഃ. ഈ ശ്ലോകം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ട്. ത്രിഭുവന വിഭവഹേതവേ അഭി, മൂന്ന് ലോകങ്ങളിലും വച്ചുള്ള വിഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും, വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ പ്രിവിലേജസ്, വൈഭവം, സ്ഥാനമാനങ്ങൾ, ഐശ്വര്യം, അവിടുത്തെ എന്താ പറയുക, സമ്പത്തുകൾ, അങ്ങനെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം വിഭവങ്ങളാണ്. അപ്പോൾ മൂന്ന് ലോകത്തിലും പല വിഭവങ്ങളുണ്ട്. ഭൂമിയിൽ രാജപദവികൾ, അതുപോലെയുള്ളതായിട്ടുള്ള പ്രിവിലേജസ്, അതുപോലെ തന്നെ സ്വർഗലോകത്തിലെ ആധിപത്യം, ഇന്ദ്രന്റെ പദവി മുതലായതും മറ്റു പല വിഭവങ്ങളും അനുഭവിക്കുവാനുള്ള ഒരു സാഹചര്യമാണ്. അതുപോലെ അതിലും ഉയർന്നതായിട്ടുള്ള പദവികളുണ്ട്, ബ്രഹ്മദേവന്റെ പദവി മുതലായിട്ട്. അപ്പോൾ അതുപോലും ആഗ്രഹിക്കാതെ എന്നർത്ഥം. മൂന്ന് ലോകങ്ങളിലുള്ള വിഭവങ്ങൾക്ക് ഇനി അസുര ചക്രവർത്തിയാവുക അല്ലേ, അതും വേണ്ട. മറ്റൊരു ലോകത്തിൻ്റെയും ആധിപത്യമോ അതുപോലെയുള്ളതായിട്ടുള്ള സാമ്രാജ്യ പദവിയോ അവിടെയുള്ള ഐശ്വര്യങ്ങളോ സുഖഭോഗങ്ങളോ ഒന്നിനും കാക്ഷിക്കാതെ ത്രിഭുവന വിഭവഹേതവേ അപി അകുണ്ഡസ്മൃതി അജിതാത്മസുരാദിഭിർ വിമൃഗ്യാത് ന ചലതി ഭഗവത് പദാരവിന്ദാത് ലവനിമിഷാർദ്ധമഭിയസ്സ വൈഷ്ണവാഗ്രഹ. അകുണ്ഡസ്മൃതി, അവന്റെ സ്മരണ കുണ്ഠതകളില്ലാത്ത സ്മരണയാണ്. ആ ഭഗവാനെ കുറിച്ചിട്ടുള്ള സ്മരണ നിരന്തരമാണ് അവന് എന്നർത്ഥം. ഭഗവൽ പദാരവിന്ദാത്, ആ ഭഗവാന്റെ പദാരവിന്ദത്തിൽ നിന്ന് ലവനിമിഷാർദ്ധമഭി ന ചലതി, അല്പനേരം പോലും, നിമിഷാർദ്ധം അതിന്റെ ലവം പോലും ന ചലതി, ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ നിന്ന് മനസ്സ് ഇളകുന്നില്ല. എങ്ങനെയുള്ളതാണ് ഭഗവൽ പദാരവിന്ദം? അജിതാത്മ സുരാദിഭിർ വിമൃഗ്യാത്, സുരാദിഭിർ എന്ന ദേവാദിഭി, വിമൃഗ്യാത് അന്വേഷണം ചെയ്യപ്പെടുന്നതിൽ നിന്ന്. അപ്പോൾ ദേവാദികൾ പോലും അന്വേഷിക്കുന്നതാണ് ഭഗവാന്റെ പദാരവിന്ദം. എന്തുകൊണ്ട്? അവരിപ്പോഴും കണ്ടെത്തിയിട്ടില്ല അജിതാത്മ. അവർ അജിതാത്മാക്കളാണ്. അവര് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും ജയിക്കാത്തത് കൊണ്ട്
അവർക്ക് വളരെ വിദൂരത്താണ് ഭഗവാന്റെ പാതാരവിന്ദങ്ങൾ. അപ്പം അങ്ങനെ അജിതാത്മാക്കളായ സുരാദികളാൽ പോലും ഇപ്പോഴും അന്വേഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അവരൊരിക്കലും ആത്മജയം നേടാതെ എത്തിച്ചേരാൻ പോകുന്നില്ല. അവരുടെ ദേഹാഭിമാനവും അവരുടെ സ്വാർത്ഥതകളും അഹങ്കാരവും മത്സരവും എല്ലാം അവസാനിക്കുമ്പോൾ മാത്രമേ അവർക്ക് ഭഗവാന്റെ പാദം കാണാൻ കഴിയുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള ഭഗവത് പദാരവിന്ദാത് ആരുടെ സ്മൃതിയാണോ ലവനിമിഷാർദ്ധമപി ന ചലതി, അല്പനേരം പോലും ഒരു നിമിഷം പോലും ചലിക്കാതിരിക്കുന്നത്, യഹ സഹ വൈഷ്ണവാഗ്രഹ, അവൻ വൈഷ്ണവന്മാരിൽ അഗ്രഗണ്യനാകുന്നു, അഗ്ര്യനാകുന്നു, ഏറ്റവും മുമ്പിൽ, ഏറ്റവും മുകളിൽ, ഏറ്റവും ശ്രേഷ്ഠഭാവത്തിലിരിക്കുന്നവനാകുന്നു. ഭക്തന്മാരുടെ ലക്ഷണം പറയുമ്പോൾ നാരദ മഹർഷി നാരദ ഭക്തിസൂത്രത്തിൽ പറയും, തസ്മിൻ വിസ്മരണേ പരമവ്യാകുലത എന്ന്. ഒരു യഥാർത്ഥ ഭക്തന്റെ ഒരു ലക്ഷണമാണ് എപ്പോഴും തൻ്റെ കർമ്മങ്ങളെല്ലാം ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുക. തദർപ്പിത അഖിലാചാരത, താൻ എന്ത് ചെയ്യുമ്പോഴും എല്ലാം ഭഗവാനിൽ അർപ്പിക്കുക. വളരെ ദുർലഭമായിട്ടുള്ള ഒരു കാര്യമാണത്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മളുടെ സ്വാർത്ഥതയും അഹങ്കാരവും അവിടെ തള്ളിത്തള്ളി വരും. ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ഫലം, അതിനെക്കുറിച്ചിട്ടുള്ള ചിന്ത, അതെനിക്ക് വേണം, ഇത് ഞാൻ ചെയ്യും, ഇത് ഞാൻ നേടും എന്നൊക്കെയുള്ളതായിട്ടുള്ള അഹങ്കാരം, ഞാനാണ് ചെയ്യുന്നത് എന്നൊക്കെയുള്ളതായിട്ടുള്ള ഭാവം, ഇങ്ങനെ ഈശ്വരനെ മറക്കാൻ, അതാണ് നമ്മുടെ ശീലം, അതാണ് നമ്മുടെ സംസ്കാരം. അപ്പം അങ്ങനെ എപ്പോഴും സ്വാർത്ഥതയും അഹങ്കാരവും തള്ളി വന്നുകൊണ്ട് കർമ്മങ്ങളെ ഭഗവാനിൽ അർപ്പിക്കാൻ ബഹുഭൂരിപക്ഷത്തിനും സാധിക്കുകയില്ല. എങ്കിലും പറയും, കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി എന്ന് അവസാനം ഒരു സമർപ്പണം പറയുന്ന മാത്രമേ ഉള്ളൂ. അതൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. എങ്കിലും അനുവദിച്ചു തന്നിരിക്കുന്ന ശാസ്ത്രങ്ങൾ അല്ലേ, ഫേക്ക് ഇറ്റ് ആൻഡ് മേക്ക് ഇറ്റ്. ഇപ്പം നിങ്ങൾ തുടക്കത്തിൽ അതിനെ അഭിനയിച്ചോളൂ, ഭഗവാനെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തോളൂ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്കത് ശീലമായി മാറും, സ്വഭാവമായി മാറും. കാലം കൊണ്ട് അല്പാൽപമായിട്ടത് നിങ്ങളെ സ്വാധീനിച്ച് നിങ്ങളുടെ ഹൃദയം ആ ഭഗവാനിൽ തന്നെ ഉറയ്ക്കും. എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ സമർപ്പിക്കുന്ന ഒരു സംസ്കാരം നിങ്ങൾക്കുണ്ടായിത്തീരും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ സാധിക്കുന്നില്ലെങ്കിലും അങ്ങനെ വിചാരിച്ചോളൂ, അങ്ങനെ വിചാരിച്ചുകൊണ്ട് ശ്ലോകം ചൊല്ലിക്കോളൂ. കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. അല്ലേ, യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം എന്നൊക്കെ പറഞ്ഞോളൂ. പറഞ്ഞ് 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 അത് നിങ്ങളുടെ ഉള്ളിലേക്ക് പതുക്കെ 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 അല്ലേ, ഹൃദയം എത്ര പാറ പോലെയാണെങ്കിലും എത്ര കഠിനമാണെങ്കിലും അതിൻ്റെ ഉള്ളിലേക്കത് അരിച്ചരിച്ചരിച്ച് പതുക്കെ ഇറങ്ങും. അങ്ങനെ ഈ കല്ല് പോലെയുള്ള ഹൃദയം പിളരും, അത് ഭേദിക്കും. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാഃ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരേ എന്നൊക്കെ പറയുന്ന ആ ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പോൾ എപ്പോഴും ആ ഭഗവാന്റെ സ്മരണയിൽ എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ കഴിയുക എന്നുള്ളത് വളരെ അസാധ്യമായിട്ടുള്ള കാര്യമാണ്, ദുർലഭമായിട്ടുള്ള കാര്യമാണ്. എങ്കിലും പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക, ഇടയ്ക്കിടയ്ക്കെങ്കിലും സ്മരിക്കുക. അകുണ്ഠസ്മൃതി ഇല്ലെങ്കിലും കുണ്ഠസ്മൃതിയെങ്കിലും ഉണ്ടാവട്ടെ.
ഇടയ്ക്കിടയ്ക്ക് സ്മരണയുണ്ടാവട്ടെ. അത് പിന്നീട് എന്താ പറയുക, കൂടുതൽ കൂടുതൽ വളർന്ന് നമ്മുടെ സ്വഭാവമായി മാറും. അപ്പോൾ ത്രിഭുവന വിഭവഹേതവേപ്യകുണ്ഡസ്മൃതി രചിതാത്മസുരാദിഭിർവിമൃഗ്യാത് ന ചലതി ഭഗവൽപദാരവിന്ദാത് ലവനിമിഷാർദ്ധമപി യസ്സ വൈഷ്ണവാഗ്രഹ. അപ്പോൾ തനിക്ക് നാഗപൃഷ്ഠമോ സാർവഭൗമത്വമോ ബ്രഹ്മപദവിയോ അസുര രാജാക്കന്മാരുടെ പദവിയോ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ളതായിട്ടുള്ള ഭോഗങ്ങൾക്കായിക്കൊണ്ടൊന്നിനുമല്ല ഭഗവാനെ ഭജിക്കുന്നത്. ഭഗവാനെ ഭജിക്കാതിരിക്കാനാവില്ല, ഒരു നിമിഷം പോലും മറക്കാൻ കഴിയില്ല. തസ്മിൻ വിസ്മരണേ പരമവ്യാകുലത. ആ ഭഗവാനെ വിസ്മരിക്കുന്നത് എന്തെന്നില്ലാത്ത ഒരു വ്യാകുലതയായി മാറുക. അല്പനേരം ഞാൻ ഭഗവാനെ മറന്നുപോയോ, അപ്പോൾ തന്നെ പിടച്ചിലുണ്ടാവും, കരയിൽ പിടിച്ചിട്ട മീനിനെ പോലെ. അതാണ് ഉത്തമ ഭക്തന്റെ ലക്ഷണം. അങ്ങനെ ആവട്ടെ നമ്മളുടെ ഓരോരുത്തരുടെയും ഭക്തി, അത് വളർന്നു വരട്ടെ. എപ്പോഴും ഭഗവാനെ സ്മരിക്കാനായിക്കൊണ്ട് നമുക്ക് കഴിയുമാറാകട്ടെ. അപ്പോൾ ഈ ശ്ലോകം വരെയാണ് നമ്മൾ കണ്ടത്. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. 54. ഭഗവത ഉരുവിക്രമാംഗ്രിശാഖാനഗമണി ചന്ദ്രികയാ നിരസ്തതാപേ ഹൃദി കഥമുപസീദതാം പുനഃ സഹ പ്രഭവതി ചന്ദ്രയിവോദിതേർക്കതാപഃ. ഭഗവത ഉരുവിക്രമംഗ്രിശാഖാനഗമണി ചന്ദ്രികയാ നിരസ്തതാപേ ഹൃദി കഥമുപസീദതാം പുനഃ സഹ പ്രഭവതി ചന്ദ്രയിവോദിതേർക്കതാപഃ. ഇപ്പൊ ഇവിടെ ഒരു ഭക്തന്റെ ലക്ഷണങ്ങൾ പറഞ്ഞ് നമ്മളോട് തന്നെ ഒരു ചോദ്യം പോലെ ചോദിക്കുകയാണ്. ഈ ഭഗവാനെ ശരിക്കും ഒരാൾ അടുത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ, ഭഗവാന്റെ ഭക്തി പ്രേമം അവന് നല്ലതുപോലെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അവന് സംസാര ദുഃഖങ്ങൾ അവനെ ബാധിക്കും, അല്ലെങ്കിൽ സാംസാരിക വിഷയങ്ങളിൽ അവന് ആസക്തി ഉണ്ടാവും? നിത്യനും ആനന്ദസ്വരൂപനുമായിരിക്കുന്ന ഭഗവാനെ ലഭിച്ചു കഴിഞ്ഞാൽ അനിത്യങ്ങളും ദുഃഖസ്വരൂപങ്ങളുമായിരിക്കുന്ന ഈ ലോകവിഷയങ്ങളിലേക്ക് അവൻ്റെ മനസ്സ് എങ്ങനെ പോകും എന്നൊക്കെയുള്ളതായിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അടുത്ത ശ്ലോകത്തിൽ ഇതിൻ്റെ കൺക്ലൂഷനായിട്ട് ഭാഗവതപ്രധാനഃ, ഭാഗവതോത്തമനെ വീണ്ടും പറഞ്ഞുകൊണ്ട് ഈ ഒരു പ്രകരണം ഹരി എന്ന മഹാത്മാവിൻ്റെ ഉത്തരം അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ ഉരുവിക്രമാംഗ്രിശാഖാ നഗമണി ചന്ദ്രികയാ നിരസ്തതാപേ ഹൃദി. ഹൃദയത്തെ വിശേഷിപ്പിക്കുകയാണ്. ഒരാളുടെ ഹൃദയം അതെങ്ങനെയായി? താപം നിരസിക്കപ്പെട്ടതായി, നിരസ്തതാപമായി. നിരസ്തതാപം നിരസിക്കപ്പെട്ട താപത്തോടു കൂടിയത് എന്ന് വെച്ചാലോ എല്ലാ താപങ്ങളും നീങ്ങിപ്പോയി. താപത്രയ വിനാശായ, അല്ലേ? താപത്രയങ്ങളെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞു ആര്? ഭഗവാൻ. അങ്ങനെ നിരസ്തതാപേ ഹൃദി. എങ്ങനെയാണ് ഈ താപങ്ങളെല്ലാം നിരസിക്കപ്പെട്ടത്? ഉരുവിക്രമാംഗ്രിശാഖാ നഗമണി ചന്ദ്രികയാ. ഭഗവാന്റെ പാദം, ആ പാദത്തിൽ 10 വിരലുകൾ, 10 വിരലുകളിൽ 10 നഖങ്ങൾ. ആ നഖങ്ങളെ ഇവിടെ മണിയായിട്ട്, രത്നങ്ങളായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. അതിൽ നിന്നുണ്ടാകുന്ന ചന്ദ്രിക എന്ന് പറഞ്ഞാലോ ആ നിലാവ് പോലെയുള്ളതായിട്ടുള്ള പ്രകാശം. നമ്മുടെ ലളിതാ സഹസ്രനാമത്തിലും മറ്റുമൊക്കെ വരും. ദേവിയുടെ പാദങ്ങളെ വർണ്ണിക്കുമ്പോൾ പാദ
നഖങ്ങൾ ഹൃദയത്തിലെ അന്ധകാരത്തെ, ഭക്തന്മാരുടെ ഹൃദയത്തിലുള്ളതായിട്ടുള്ള അന്ധകാരത്തെ നീക്കുന്നതായിട്ടുള്ള ആ നിലാവ് പോലെയുള്ളതായിട്ടുള്ള അല്ലെങ്കിൽ ചന്ദ്രികാ കിരണങ്ങൾ വികിരണം ചെയ്യുന്നതായിട്ടുള്ള പാദത്തെക്കുറിച്ച് പറയും. എന്താ നാമം? ദേവിയുടെ പാദങ്ങളെ വർണ്ണിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ വരും. അപ്പോൾ അതുപോലെ ഇവിടെ ഭഗവാന്റെ പാദത്തിലെ നഖങ്ങൾ ഉരുവിക്രമ അംഗ്രിശാഖ. ഉരുവിക്രമൻ വലിയ പരാക്രമങ്ങളോടുകൂടിയവൻ, വലിയ കർമ്മങ്ങളെ ചെയ്യുന്നവൻ, വലിയ കാലടികളോടുകൂടിയവൻ എന്നൊക്കെ അർത്ഥം. അവൻ്റെ അംഗ്രി എന്ന് പറഞ്ഞ പാദം, അതിലെ ശാഖാനഖങ്ങൾ. ശാഖ എന്ന് പറയുമ്പോൾ അതിലെ അംഗ്രിയുടെ ശാഖകൾ എന്താണ്? അംഗ്രിയുടെ ശാഖകൾ 5 വിരലുകളാണ്. ഒരു വൃക്ഷത്തിൻ്റെ ശാഖകൾ എന്നതുപോലെ ഭഗവാന്റെ പാദത്തിൽ 5, ഓരോ പാദത്തിലും 5 ശാഖകൾ വീതം. അപ്പോൾ 10 ശാഖകളുണ്ട്. അതിലെ ആ നഖങ്ങൾ, ആ നഖങ്ങളിലെ നഖങ്ങളാകുന്ന മണി രത്നങ്ങൾ, അതിൽ നിന്നുള്ള ചന്ദ്രിക എന്ന് പറയുമ്പോൾ നിലാവ് അല്ലെങ്കിൽ ചന്ദ്രകിരണങ്ങൾ. ചന്ദ്രകിരണങ്ങൾ അല്ലെങ്കിൽ നിലാവ് ആർക്കാണ് സന്തോഷം നൽകാത്തത്? ഒന്നാമതത് അന്ധകാരത്തെ നീക്കുന്നു. രാത്രിയിൽ നല്ല നിലാവുള്ളപ്പോൾ നമുക്ക് അന്ധകാരത്തിൻ്റെ ഭയമില്ല, എല്ലാം വ്യക്തമായി കാണാം രാത്രിയിൽ. അതുമാത്രമല്ല, ആ നിലാവ് ഹൃദയത്തിന് ആനന്ദം നൽകുന്നു, ആഹ്ലാദം നൽകുന്നു. അതുകൊണ്ട് തന്നെ അതിന് കൗമുദി എന്ന് പറയുന്നത്. ഭൂമിയിലുള്ള എല്ലാവർക്കും മോദത്തെ കൊടുക്കുന്നതാണ് ചന്ദ്രന്റെ നിലാവ്. എല്ലാ ജീവജാലങ്ങളും, സസ്യജാലങ്ങളും, മനുഷ്യരും, കൊച്ചുകുട്ടികളും, ആബാലവൃദ്ധം ജനങ്ങളും ആ പൂർണ്ണചന്ദ്രന്റെ പ്രകാശം കാണുമ്പോൾ ആഹ്ലാദിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിന് കൗമുദി എന്ന പേര്. അപ്പോൾ അങ്ങനെയുള്ള നഖമണി ചന്ദ്രികയാ, ആ നഖരത്നങ്ങളുടെ കിരണങ്ങളെ കൊണ്ട് അഥവാ നിലാവ് കൊണ്ട്, പ്രകാശം കൊണ്ട്, നിരസ്തതാപേ ഹൃദി. അപ്പോൾ ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിച്ച് യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധികസുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകിസലയം നാദത്തെ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പരം പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപാൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീ. അവിടെയും ഹൃത്വാ നിശേഷതാപാൻ. മേൽപ്പത്തൂർ പ്രാർത്ഥിക്കുന്നത് ഈ ശ്ലോകത്തിൻ്റെയൊക്കെ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഭഗവാന്റെ പാദങ്ങളെ ധ്യാനിക്കുന്നവരുടെ താപങ്ങളെയെല്ലാം അത് ഹരിക്കുന്നു. എന്നിട്ട് ആനന്ദലക്ഷ്മിയെ, പരമാനന്ദ സന്തോഹലക്ഷ്മി, ആ പരമാനന്ദ സന്തോഹം എന്ന് പറഞ്ഞാൽ പ്രവാഹം, ആ ആനന്ദപ്രവാഹത്തിൻ്റെ ഐശ്വര്യത്തെ പ്രതിശതു പ്രകർഷേണ ദിശതു, നന്നായി നൽകിയാലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ ആ പാദദർശനം നമ്മുടെ ഉള്ളിലുള്ള താപങ്ങളെയെല്ലാം നീക്കി പരമാനന്ദത്തെ നൽകുന്നതാണെന്ന് മേൽപ്പത്തൂരും പാടിയത് ഈ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അപ്പോൾ ഭഗവാന്റെ ആ പാദങ്ങളെ ധ്യാനിക്കുന്നവരുടെ ഉള്ളിൽ ഭഗവാന്റെ പാദത്തിലെ നഖങ്ങളുടെ കാന്തി ഉള്ളിലുള്ള അന്ധകാരത്തെ മുഴുവൻ നീക്കി, അജ്ഞാന അന്ധകാരത്തെ നീക്കി ആനന്ദം നൽകുന്നു, ആഹ്ലാദം നൽകുന്നു. നിലാവ് പോലെ ജ്ഞാനത്തിൻ്റെ പ്രകാശമാണ് അവിടെ ആനന്ദം നൽകുന്നത്. അപ്പം അങ്ങനെയുള്ള നിരസ്തതാപേ ഹൃദി, താപങ്ങളെല്ലാം നിരസിക്കപ്പെട്ടതായിട്ടുള്ള അയാളുടെ ഹൃദയത്തിൽ കഥം ഉപസീതതാം പുനഃ സ പ്രഭവതി ചന്ദ്ര ഇവോദിതേ അർക്കതാപഃ. ചന്ദ്ര ഉദിതേ അർക്കതാപഃ കഥം പുനഃ സഹ പ്രഭവതി. ഒരാളുടെ ഉള്ളിൽ അല്ലെങ്കിൽ എന്താ പറയുക, അന്തരീക്ഷത്തിൽ ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞാൽ, വൈകുന്നേരത്തെ നിലാവ് ഉദിച്ചു കഴിഞ്ഞാൽ, സന്ധ്യയ്ക്ക് നിലാവ് ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളെ അർക്കതാപം അവനെ എന്താ പറയുക പ്രയാസപ്പെടുത്തുമോ?
അർക്കതാപഹ ഇവ. അർക്കതാപം എങ്ങനെയാണോ ശമിക്കുന്നത് അതുപോലെയാണ് ഇവൻ്റെ ഉള്ളിലെ താപത്രയങ്ങളെല്ലാം ഭഗവാന്റെ പാദ നഖങ്ങളുടെ കാന്തി നിലാവ് പോലെ അവൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള താപത്രയങ്ങളെയും നശിപ്പിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എങ്ങനെ അത് വീണ്ടും പ്രഭാവമുള്ളതായി ഭവിക്കും? കഥം സഹ പുനഃ ഉപസീതതാം പ്രഭവതി. വീണ്ടും വന്ന് ഉള്ളിൽ വന്ന് പ്രവേശിച്ച് ദുഃഖം തരുവാനായിട്ട് പ്രഭാവമുള്ളതായിട്ട് ഭവിക്കും. അപ്പോൾ ഭഗവാനെ ഉപാസിക്കുന്നവരുടെ ഹൃദയത്തിൽ, ഭഗവാന്റെ പാദങ്ങളെ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഹൃദയത്തിൽ ഭഗവാന്റെ പാദനഖ രശ്മികൾ, അതിൽ നിന്നുള്ള നിലാവ് അവൻ്റെ ഉള്ളിലുള്ള താപത്രയങ്ങളെയെല്ലാം നശിപ്പിച്ചിരിക്കുമ്പോൾ വീണ്ടും താപങ്ങൾക്ക് പ്രവേശനം ഇല്ല, താപത്രയങ്ങൾക്ക് പ്രവേശനമില്ല. ആധ്യാത്മിക, ആദി ഭൗതിക, ആദി ദൈവികങ്ങളായിട്ടുള്ള ഒരു ദുഃഖവും അയാളെ അലട്ടുകയില്ല. അതുകൊണ്ട് ഭഗവാന്റെ പാദത്തെ നമുക്ക് മുറുകെ പിടിക്കാൻ പരിശ്രമിക്കാം. എപ്പോഴും ഭഗവത് പാദാരവിന്ദത്തെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കാനായിക്കൊണ്ട് ശ്രമിക്കാം. മേൽപ്പത്തൂർ പാടിയതും അതുതന്നെ, കുലശേഖരാഴ്വാർ പാടിയതും ഇതുതന്നെയാണ് അല്ലേ? കൃഷ്ണസ്ത്വദീയ പദ പങ്കജ പഞ്ചരാന്തേ അദ്യൈവ മേ വിശതു മാനസരാജഹംസഃ പ്രാണപ്രജാണസമയേകഭവാദപിത്തൈഃ കണ്ഠാവരോധനവിദൗ സ്മരണം കുതസ്തേ. ഇപ്പൊ തന്നെ എൻ്റെ മനസ്സാകുന്ന രാജഹംസം അങ്ങയുടെ പാദകമലമാകുന്ന പഞ്ചരാന്തഃ കൂട്ടിലേക്ക് പ്രവേശിക്കുമാറാകട്ടെ. അവിടെ തന്നെ അത് സുഖവിശ്രമം ചെയ്യട്ടെ. അവിടുന്ന് തന്നെ ആ താമരയിലെ കേസരങ്ങളെ ഭക്ഷിച്ചുകൊണ്ട് അരയന്നം എങ്ങനെ താമരയിലിരിക്കുമോ അതുപോലെ അങ്ങയുടെ പാദകമലത്തിൽ നിന്ന് ആനന്ദമുണ്ടുകൊണ്ട് അങ്ങയുടെ പാദാരവിന്ദങ്ങളാകുന്ന കൂട്ടിലേക്ക് എൻ്റെ മനസ്സ് പ്രവേശിക്കുമാറാകട്ടെ. ഇപ്പം തന്നെ പ്രവേശിക്കുമാറാകട്ടെ. കാരണം മരണസമയത്ത് എൻ്റെ മനസ്സ് വേറെ എവിടേക്കെങ്കിലുമൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. എൻ്റെ ശരീരത്തെക്കുറിച്ച്, എൻ്റെ രോഗങ്ങളെക്കുറിച്ച്, ഞാൻ വിട്ടുപോകുന്നതായിട്ടുള്ള ബന്ധുക്കളെക്കുറിച്ച്, ധനത്തെക്കുറിച്ച്, എൻ്റെ സ്ഥാനമാനങ്ങളെക്കുറിച്ച്, അങ്ങനെ എന്തെല്ലാം ഞാൻ പൊസസ് ചെയ്തിരുന്നുവോ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് പോകേണ്ട ആ വിഷമം മരണകാലത്ത് എന്നെ പിടികൂടുമ്പോൾ അത് പിടികൂടാതിരിക്കാൻ ഇപ്പം തന്നെ എൻ്റെ മനസ്സ് സുരക്ഷിതമായിട്ടുള്ള സ്ഥാനത്ത് വിശ്രമിക്കട്ടെ എന്നാണ്. കൃഷ്ണ ത്വദീയ പദപങ്കജ പഞ്ചരാന്തഃ അദ്യൈവ മേ വിശതു മാനസരാജഹംസഃ പ്രാണപ്രയാണസമയേകഭവാദപിത്തൈഃ കണ്ഠാവരോധനവിദൗ സ്മരണം കുതസ്തേ. അതെ, ലളിതാസഹസ്രനാമത്തിലെ ആ നാമം നഗദീദിതി സംച്ഛന്ന നമജ്ജനതമോ ഗുണ. നഗദീദിതി എന്ന് പറഞ്ഞാൽ നഖത്തിലെ കിരണങ്ങൾ കൊണ്ട് നമജ്ജനങ്ങളുടെ തമോ ഗുണങ്ങളെ മറയ്ക്കുന്നവൾ. നഗദീദിതി സംച്ഛന്ന നമജ്ജന തമോ ഗുണ. ആ തമോ ഗുണത്തെ മറയ്ക്കുക എന്ന് പറഞ്ഞാൽ തമോ ഗുണത്തെ നീക്കുക. തമോ ഗുണത്തെ നീക്കി പ്രകാശം കൊണ്ട് ഇരുട്ടിനെ മറയ്ക്കുക. പ്രകാശം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരുട്ട് ഇല്ലാതെയാവും. ഭഗതീതി സംച്ഛന്ന നമജ്ജനതമോ ഗുണ എന്ന ലളിതാ സഹസ്രനാമനാമം ദേവിയെക്കുറിച്ച് പറഞ്ഞു. ഇവിടെ ഒരു വിക്രമാംഗ്രി ശാഖാ നഖമണി ചന്ദ്രികയാ നിരസ്തതാപേ. അപ്പൊ ഇതുതന്നെയാണ് ഗോപികമാരും ഭഗവാന്റെ പാദങ്ങളെ കാണിച്ചു തരാനായിട്ട് ഭഗവാനോട് പ്രാർത്ഥിച്ചതിൻ്റെയൊക്കെ താല്പര്യം. അങ്ങയുടെ പാദങ്ങൾ ഈ വനത്തിൽ സഞ്ചരിച്ച് അതിൽ കല്ലും മുള്ളും ഒക്കെ കുത്തുമല്ലോ, ഞങ്ങൾക്ക് അത് ഓർക്കുമ്പോൾ തന്നെ വിഷമമാകുന്നു. അങ്ങയുടെ പാദങ്ങളെ ഞങ്ങളുടെ മുമ്പിലേക്ക് ദർശനം തരൂ, ഞങ്ങളത് തലോടിത്തരാം, ഞങ്ങൾ അതിന് സുഖം നൽകാം, ഞങ്ങളുടെ സ്ഥലങ്ങളിലെല്ലാം ആ പാദങ്ങളെ കൊണ്ട് മർദ്ദിക്കൂ എന്നൊക്കെ പറഞ്ഞാൽ എന്താ താല്പര്യം?
ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ പാദം ഉറപ്പിച്ചു വയ്ക്കൂ. അങ്ങയുടെ പാദത്തിനും സുഖമുണ്ടാവും, ഞങ്ങൾക്കും ആനന്ദം ഉണ്ടാവും. ഇത് പരോക്ഷമായി പറഞ്ഞതാണ്. ഞങ്ങളുടെ എന്താ വരികൾ കൃണുകുചേഷുന ഞങ്ങളുടെ കുചങ്ങളിൽ വെച്ച് അങ്ങയുടെ പാദങ്ങളെ മർദ്ദിക്കൂ എന്ന് പറയുന്നുണ്ട്. ഞങ്ങളുടെ ഹൃദയതാപത്തെ നശിപ്പിക്കാനായിക്കൊണ്ട് ഞങ്ങളുടെ കുചങ്ങളിൽ വെച്ച് അനുഗ്രഹിക്കൂ. അതെല്ലാം താല്പര്യം ഇത് തന്നെയാണ്. ഭഗവാന്റെ പാദങ്ങൾ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കട്ടെ, അവിടുന്ന് മാറാതിരിക്കട്ടെ. നമ്മൾ ഈ ലോകത്തെ നമ്മൾ എത്ര മുറുക്കി പിടിച്ചാലും അത് വിട്ടുപോകും. എത്ര പിടിക്കാൻ ശ്രമിച്ചാലും അത് അകന്നകന്നു പോകും. അതാണ് ലോകത്തിൻ്റെ സ്വഭാവം. അനിത്യമാണ്, അസുഖമാണ്. അതുകൊണ്ട് മുറുക്ക പിടിക്കേണ്ടത് നിത്യമായിരിക്കുന്നതും ആനന്ദം നൽകുന്നതുമായിട്ടുള്ള ഭഗവാന്റെ പാദങ്ങളെയാണ്, അല്ലെങ്കിൽ ഈശ്വരനെയാണ്. ഇത് തന്നെയാണ് ആവർത്തിച്ച് ഈ ഭാഗവത ധർമ്മത്തിൽ പറയുന്നത്. ഭഗവത ഉരുവിക്രമാംഗ്രിശാഖാനഗമണി ചന്ദ്രികയാ നിരസ്തതാപേ ഹൃദി കഥമുപസീതതാം പുനഃ സഹ പ്രഭവതി ചന്ദ്രയിവോദിതീർഘതാപഃ. ചന്ദ്രന്റെ നിലാവുദിച്ചു കഴിഞ്ഞാൽ അർക്കന്റെ താപത്തിന് പിന്നെ അവിടെ സ്ഥാനമില്ല. സൂര്യതാപം മനുഷ്യരെ ബുദ്ധിമുട്ടിക്കില്ല. അതുപോലെ ഭഗവാന്റെ പാദ നഖങ്ങളിൽ നിന്നുള്ളതായിട്ടുള്ള നിലാവ് പ്രകാശകിരണങ്ങൾ ആരുടെ ഹൃദയത്തെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നുവോ അവരുടെ ഉള്ളിൽ താപത്രയങ്ങൾക്ക് എവിടെ സ്ഥാനം? താപത്രയങ്ങൾ ആർക്കാണുള്ളത്? ഭേദബുദ്ധിയുള്ളവർക്ക്, നാനാത്വ ബുദ്ധിയുള്ളവർക്ക്, നാനാത്വത്തിൽ സത്യത്വമുള്ളവർക്ക്, രാഗദ്വേഷാദികളുള്ളവർക്കൊക്കെയാണ്. ഭഗവാന്റെ പാദകിരണങ്ങൾ അവൻ്റെ ഉള്ളിലെ അജ്ഞാന അന്ധകാരത്തെ നീക്കി ഈ ഭേദഭാവനയെല്ലാം നശിപ്പിക്കുന്നു. എല്ലാം ഭഗവത് സ്വരൂപമാണെന്നുള്ളതായിട്ടുള്ള അറിവ് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അവൻ്റെ ഉള്ളിലുള്ള താപങ്ങളെല്ലാം നിരസിക്കപ്പെടുന്നു എന്നർത്ഥം. അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യഘൗഗനാശഃ പ്രണയരസനയാദൃതാംഗ്രിപത്മഃ സഭവതി ഭാഗവത പ്രധാന ഉക്തഃ. വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യഘൗഗനാശഃ പ്രണയരസനയാദൃതാംഗ്രിപത്മഃ സഭവതി ഭാഗവത പ്രധാന ഉക്തഃ. വിസൃജതി ഹൃദയം ന യസ്യ സാക്ഷാത്. യസ്യ ഹൃദയം ന വിസൃജതി. ആര്? സാക്ഷാത് ഹരിഹി. ആരുടെ ഹൃദയത്തെ ഉപേക്ഷിക്കുന്നില്ലയോ ഹരി. എപ്പോൾ പോലും അവശാഭിഹിതോപി യസ്യ ഹൃദയം ഹരിഹി ന വിസൃജതി. അവശാഭിഹിതൻ എന്ന് പറഞ്ഞാൽ അവശഭാവത്തിൽ വിളിക്കപ്പെടുന്നവൻ, ആഹ്വാനം ചെയ്യപ്പെടുന്നവൻ. അപ്പോൾ ഭഗവാനെ അവശനായിട്ട് വിളിക്കുമ്പോഴും അല്ലെങ്കിൽ അവശനായി വേറെന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കിയാലും അവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഹരി വിട്ടുപോകുന്നില്ല. അപ്പോൾ അവശാഭിഹിത അപ്പി സാക്ഷാത് ഹരിഹി യസ്യ ഹൃദയം ന വിസൃജതി സഹ ഭാഗവത പ്രധാനഃ ഭവതി. അവൻ ഭാഗവത പ്രധാനനാകുന്നു. സ ഭവതി ഭാഗവത പ്രധാന ഉക്തഃ ഇതി ഉക്തഃ. മഹാത്മാക്കളാൽ പറയപ്പെട്ടിരിക്കുന്നു. ഈ ഹരി എങ്ങനെയുള്ളവനാണ്? അഗൗഗനാശഃ. അഗൗഗങ്ങളുടെ നാശകനാണ്. പാപസമൂഹങ്ങളെ മുഴുവൻ ഹരിക്കുന്നവനാണ് ഹരി. ഹരേ എന്ന് വിളിച്ചാൽ ആ വിളിക്കുന്നവരുടെ ഹൃദയത്തിലുള്ള സകല പാപവാസനകളെയും നശിപ്പിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾക്ക് ഏതൊരു അവസ്ഥ വന്നാലും
വിളിക്കേണ്ടത് ആരെയാണ്? ഭഗവാനെ ഹരേ എന്ന് നീട്ടി വിളിക്കുക. ഹരേ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന് ഭഗവാനെ സംബോധന ചെയ്യണം. അപ്പോൾ ഹരേ 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 എന്നുള്ളത് സംബോധനയാണ്. അപ്പൊ ഹരേ എന്ന് നീട്ടി വിളിക്കുമ്പോൾ അവശനായിട്ട് വിളിക്കുകയാണെങ്കിലും ഏതവസ്ഥയിൽ നിന്ന്, വീഴാൻ പോകുമ്പോൾ വിളിക്കാം, മുങ്ങിച്ചാവുമ്പോൾ വിളിക്കാം, തീയിൽ പെട്ടിരിക്കുമ്പോൾ വിളിക്കാം, ശത്രുക്കളുടെ പീഡയിൽ പെട്ടിരിക്കുമ്പോൾ, വിഷമിച്ചിരിക്കുമ്പോൾ, വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ, കള്ളന്മാരുടെ ആക്രമണത്തിൽ, അങ്ങനെ ഏതൊരവസ്ഥയിലും അവശരായിരിക്കുമ്പോഴും വിളിക്കേണ്ടത് ആരെയാണ്? ഹരേ എന്ന് വിളിച്ചാൽ എന്താ പറയുക, ആ ഭാവത്തിലും ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും, രക്ഷിക്കും, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എന്താ കാരണം? അവൻ മുമ്പും ഇത് ശീലിച്ച് ഭഗവാനെ പ്രണയരസനയാ ധൃതാംഗ്രി പത്മ. പ്രണയരസന എന്ന് പറഞ്ഞാൽ പ്രണയമാകുന്ന രസന. പ്രണയമെന്നാൽ പ്രേമം തന്നെ. ഇപ്പൊ ഭഗവാനോടുള്ള പ്രേമം, ഭക്തി, അതുകൊണ്ട് ആ കയറുകൊണ്ട് അതിനെ രസനയായിട്ടിവിടെ പറഞ്ഞിരിക്കുകയാണ്. ധൃത അംഗ്രി പത്മ. ഭഗവാന്റെ പാദകമലങ്ങളെ അവൻ ധരിച്ചിരിക്കുന്നു, അഥവാ കെട്ടിയിട്ടിരിക്കുന്നു. ഭഗവാന്റെ പാദങ്ങളെ ആരാണോ പ്രേമമാകുന്ന കയറുകൊണ്ട് തൻ്റെ ഹൃദയത്തിൽ കെട്ടിയിട്ടിരിക്കുന്നത്, അവന്റെ ഹൃദയത്തിൽ നിന്ന് ഏത് അവശാവസ്ഥയിലും വരുന്ന ശബ്ദം ഹരേ എന്നായിരിക്കും. നാരായണ, കൃഷ്ണ, ഹരേ എന്നുള്ള ഭഗവാന്റെ നാമങ്ങളായിരിക്കും. അവനെ വിടുന്നില്ല, ഭഗവാൻ വിസ്മരിക്കുന്നില്ല എന്നർത്ഥം. ഭഗവാനെ അവൻ വിസ്മരിക്കുന്നില്ല, ഭഗവാൻ അവന്റെ ഹൃദയം വിട്ട് പോകുന്നുമില്ല. കാരണം ഭഗവാനെ അവൻ ബന്ധിച്ചിരിക്കുക പ്രണയരസന കൊണ്ട്, ഭക്തിയാകുന്ന ചരട് കൊണ്ട്, അഥവാ കയറുകൊണ്ട് ദൃഢമായിട്ട് ധരിച്ചിരിക്കുകയാണ്, ബന്ധിച്ചിരിക്കുകയാണ്. അപ്പൊ ഏതവസ്ഥയിലും ഭഗവാനെ മറക്കാത്തവനാണ് യഥാർത്ഥ ഭക്തൻ. ഇപ്പോ ഗജേന്ദ്രൻ പോലും ഇടയ്ക്ക് കുറച്ച് അഹങ്കാരം കൊണ്ട് മറന്നുവെങ്കിലും അവസാനം അവശനായപ്പോൾ ഭഗവാനെ ഓർമ്മ വന്നു. അപ്പം മുമ്പ് ഭജിച്ചിട്ടുള്ളതിൻ്റെ ആ ഒരു സ്മരണ തന്നെയാണ് അവസാന കാലത്ത് അദ്ദേഹത്തിന് നിവൃത്തിയില്ലാതെ വേറൊരു ഗതിയുമില്ലാതായപ്പോൾ അവശനായി ഭഗവാനെ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ എന്ന് വിളിക്കാനായിട്ട് സാധിച്ചതും. അപ്പം അങ്ങനെ ഏതവസ്ഥയിലും, ഏത് ക്ലേശാവസ്ഥയിലും, ഏത് അവശാവസ്ഥയിലും അവൻ ഭഗവാനെ തന്നെ സ്മരിക്കുന്നു. ഭഗവാൻ അവനെ വിട്ടുപോകുന്നില്ല. അങ്ങനെയുള്ളവനാണ് ഭാഗവത പ്രധാനൻ. ചില ആളുകളൊക്കെ നമ്മൾ കാണാറുണ്ട്, വളരെ ഭക്തന്മാരെന്ന് പ്രശസ്തരായിരിക്കും, ഭാഗവതാചാര്യന്മാരായിരിക്കാം, അല്ലേ? ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്ത് പ്രശസ്തരായിരിക്കാം. അങ്ങനെ എത്രയോ ഭക്തന്മാരവർക്കുണ്ടാവാം, എത്രയോ ശിഷ്യന്മാരുണ്ടാവാം. അങ്ങനെയുള്ള ആളുകളിൽ പലരും അവസാന കാലമാകുമ്പോഴേക്കും ചിലപ്പോൾ വിപരീത ബുദ്ധിയായിട്ട് മാറാറുണ്ട്. ഭഗവാനെ മറന്നുകൊണ്ട്, ഭഗവാനെ ചീത്ത വിളിച്ചുകൊണ്ട്, മുമ്പ് ചെയ്തതിനൊക്കെ വിപരീത പ്രവൃത്തികൾ ചെയ്യുന്നവരായിട്ടൊക്കെ ചിലരെ കാണാറുണ്ട്. പല പ്രശസ്തരും അങ്ങനെ ആയതായിട്ട് കേട്ടിട്ടുണ്ട്. ചിലരെയൊക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട്, അനുഭവമുണ്ട്. ഭക്ത ശിരോമണികൾ എന്നൊക്കെ അറിയപ്പെട്ടിരുന്നതായിട്ടുള്ള ആളുകൾ അവസാന കാലത്ത് ഭഗവാനെ ചീത്ത വിളിക്കുകയോ ഭഗവാനെ വിസ്മരിക്കുകയോ ചെയ്തതായിട്ടുള്ള കഥകളുണ്ട്. ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, കാരണം ഒരുപാട് പേരുടെ ഗുരുക്കന്മാരും മറ്റുമൊക്കെയാണ്. അങ്ങനെ സംഭവിക്കാം, അത് അവരുടെ പ്രാരബ്ധം. എന്ത് കാരണം കൊണ്ടെന്ന് അറിയില്ല. അപ്പോൾ അവശാവസ്ഥയിലും ചിലരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ പ്രാകൃതന്മാരായും മാനസിക രോഗികളോ മന്ദബുദ്ധികളോ ആയിട്ട് കാണപ്പെട്ടാൽ പോലും അവരവസാന കാലത്ത് ഭഗവാന്റെ നാമങ്ങളെ നല്ലോണം ജപിക്കുന്നതും കാണാം.
മറക്കാതെ ജപിക്കുന്നവ. വേറൊന്നുമില്ലെങ്കിലും ഭഗവാന്റെ നാമം ചൊല്ലുക, അല്ലെങ്കിൽ ഭഗവാന്റെ നാമങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുക. ചില ആളുകൾക്ക് അങ്ങനെ ഒരു ഇതുണ്ട്, മെൻ്റലി കുറച്ച് വീക്കാണ്, മന്ദബുദ്ധിയാണ്, അല്ലെങ്കിൽ റിട്ടാർഡഡ് ആണ് എന്ന് പോലും കരുതുന്ന ഒരവസ്ഥയിൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ എനിക്ക് കുറച്ച് നോട്ട്ബുക്സ് വേണം. എന്തിനാ? ഭഗവാന്റെ നാരായണ നാമം എഴുതാൻ. അങ്ങനെ ചോദിച്ച് കെട്ട് കണക്കിന് പുസ്തകങ്ങൾ നാരായണ 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 എന്ന്. കാരണം വലുതായിട്ട് എഴുതിയാൽ പുസ്തകം വേഗം തീർന്നു പോകില്ലേ എന്ന് പറഞ്ഞ് കുനുകുന്ന് എഴുതിയ ആൾക്കാരുടെ കഥകളുണ്ട്. അപ്പം അത് എത്ര ശ്രേഷ്ഠമാണ്. മരണസമയത്ത് അവസാനം നാരായണ എന്ന് പറഞ്ഞ് സുഖമരണമായിട്ട് പോയവരുണ്ട്. അതുപോലെ എത്രയോ ആൾക്കാർ. അപ്പോൾ അവരൊന്നും പ്രശസ്തരോ ഒരുപാട് പേരുടെ ഗുരുക്കന്മാരോ ആചാര്യന്മാരോ ഒന്നും ആയിരിക്കണം എന്നില്ല. പക്ഷെ അവരുടെ സംസ്കാരമാണത്. കുട്ടിക്കാലം തൊട്ട് അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു. എപ്പോഴും നാരായണ നാമം ജപിക്കൂ, ഭഗവാനെ മുറുകെ പിടിച്ചോളൂ എന്ന് പഠിപ്പിച്ചു കൊടുത്തു. വേറെ അവരെ കൊണ്ട് വേറൊരു പ്രയോജനമില്ല. എപ്പോഴും ആവലാതി പറയുന്ന ആൾക്കാരാണെന്നൊക്കെ മനസ്സിലാക്കിയാൽ അവർ നമ്മൾ ഉപദേശിക്കുന്നത് എന്താണ്? ഭഗവാനെ വിളിക്കുക, ഭഗവാന്റെ നാമം ചൊല്ലാൻ പഠിപ്പിക്കുക. ഇതാ നാമം, ഇതാ ആ 4 അക്ഷരമെങ്കിലും എഴുതാൻ പഠിക്കൂ. അവർക്കാകെ വേറൊന്നും എഴുതാൻ അറിയില്ല. നാരായണ 4 അക്ഷരം പഠിപ്പിച്ചു കൊടുത്താൽ മതി. അത് എഴുതിക്കോളൂ, പണി കൊടുക്കുക അവർക്ക്. അപ്പം അവസാന കാലത്തും അവർ ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ട്, നാമം എഴുതിക്കൊണ്ട് ശരീരം വെടിഞ്ഞ എത്രയോ കഥകളുണ്ട്. ഓർമ്മകളൊക്കെ നഷ്ടപ്പെടാം. പഴയ പഠിച്ച ശാസ്ത്രങ്ങളൊക്കെ മറന്നുപോകാം. ഭഗവത്ഗീതയോ ഉപനിഷത്തുക്കളോ ഭാഗവതമോ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അതൊക്കെ മറന്നുപോകും. അതൊക്കെ മറന്നുപോയാലും ഭഗവാന്റെ നാമം നാരായണ എന്നുള്ളതോ ഹരേ എന്നുള്ളതോ അതെന്നും നാവിൽ നിൽക്കും. അതുകൊണ്ട് അത് ശീലിക്കുക, അത് ശീലിപ്പിക്കുക എല്ലാവർക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഇരിക്കുമ്പോഴും എണീക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും എന്ത് കഴിക്കുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും വീഴാൻ പോകുമ്പോൾ നമ്മുടെ നാവിൽ വരേണ്ടത് ഭഗവാന്റെ നാമമാവട്ടെ. നാരായണ എന്നോ ഹരേ എന്നോ. അതുകൊണ്ടാണ് നമ്മുടെ പൂർവീകര മുത്തശ്ശിമാരൊക്കെ നമ്മളോട് പറഞ്ഞ് വീഴാൻ പോകുമ്പോൾ അയ്യോ എന്ന് പറയണ്ട, ഹരേ എന്ന് പറയൂ. തുമ്മൽ വരുമ്പോൾ തുമ്മുന്ന ശബ്ദത്തെ ഹരേ എന്നാക്കി മാറ്റൂ. അങ്ങനെ ഓരോ തുമ്മലും ഹരി 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 എന്നാക്കി മാറ്റി വീഴാൻ പോകുമ്പോൾ ഹരേ എന്ന് വിളിച്ചു, ഭഗവാന്റെ നാമം വിളിച്ചു. അങ്ങനെ അത് പരിശീലിച്ചാൽ ഓരോ ശ്വാസത്തിലും നമ്മൾ അറിയാതെ ഉള്ളിൽ ആ നാമം നടന്നുകൊണ്ടിരിക്കും. നാരായണ എന്നുള്ളതായിട്ടുള്ള നാമജപം, ആപത്ത് വരുമ്പോൾ ഹരേ എന്നുള്ളതായിട്ടുള്ള നാമം നമ്മുടെ നാവിൽ വരും. ഇതെല്ലാം പരിശീലിച്ച് അഭ്യസിച്ച് സ്വഭാവമാക്കി മാറ്റിയെടുക്കേണ്ടതാണ്. നമ്മൾ ഗാന്ധിജിയുടെ മരണസമയത്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അവസാനമായിട്ട് വന്നതെന്ന് കേൾക്കുമ്പോൾ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ ഒന്നും അറിയില്ല. നമുക്ക് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന് ആ വെടിയുണ്ട ഏറ്റതായിട്ടുള്ള സമയത്ത് അദ്ദേഹം ഹേ റാം എന്ന് പറഞ്ഞാണ് വീണത്. അത് അദ്ദേഹത്തിന്റെ സംസ്കാരം അതായിരുന്നു. അദ്ദേഹം രാമനാമത്തിന്റെ മഹിമയെക്കുറിച്ചൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. രാമനാമത്തിന്റെ മഹിമയെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുണ്ട്. രാമരാജ്യം ഭരണം എന്നൊക്കെ അദ്ദേഹം അനേക പ്രസംഗങ്ങൾ ചെയ്തിട്ടുണ്ട്. അവസാന കാലത്ത് പ്രവൃത്തിയൊക്കെ മാറിയെങ്കിലും അദ്ദേഹത്തിൻ്റെ നാവിലെപ്പോഴും രാമനാമം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മരണസമയത്ത് ഹേ റാം എന്ന് വിളിക്കാൻ സാധിച്ചത്. അപ്പം അതുപോലെ നമുക്കും എപ്പോഴും ഭഗവാന്റെ നാമം നാവിൽ ഉണ്ടാകട്ടെ. ഭഗവാന്റെ സഹസ്രനാമങ്ങൾ ജപിക്കാൻ തോന്നട്ടെ, അല്ലെങ്കിൽ ഭഗവാന്റെ വിവിധ കീർത്തനങ്ങൾ പാടാൻ കഴിയട്ടെ. അതാണ് നമ്മുടെ മുകുന്ദമാലക്കാരൻ ആരംഭത്തിൽ പ്രാർത്ഥിച്ചത്.
ശ്രീവല്ലഭേതി വരദേതി ദയാപരേതി ഭക്തപ്രിയേതി ഭവനുണ്ടന കോവിദേതി നാഥേതി നാഗശയനേതി ജഗന്നിവാസേതി ആലാപിനം പ്രതിപദം കുരു മാം മുകുന്ദ. ശ്രീവല്ലഭേതി വരദേതി ദയാപരേതി ഭക്തപ്രിയേതി ഭവലുണ്ടന കോവിദേതി നാദേതി നാഗശയനേതി ജഗന്നിവാസേതി ആലാപിനം പ്രതിപദം കുരു മാം മുകുന്ദ. ശ്രീവല്ലഭായിതി വരദായിതി ഭക്തപ്രിയായിതി, ഇങ്ങനെ പല ഭഗവാന്റെ നാമങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഈ നാമങ്ങളെയെല്ലാം പ്രതിപദം ആലാപിനം മാം കുരു, ഓരോ പദത്തിലും എൻ്റെ നാവിൽ വരുന്ന വാക്കുകളെല്ലാം ഭഗവാനെ കുറിച്ചാവണം. ഞാൻ ഓരോ കാലടി വയ്ക്കുമ്പോഴും പ്രതിപദം, ഓരോ കാലടി വയ്ക്കുമ്പോഴും ഭഗവാന്റെ നാമം എൻ്റെ നാവിലുണ്ടാവണം. പ്രതിപദം ആലാപിനം മാം കുരു, ഭഗവാന്റെ നാമങ്ങളെ ആലാപനം ചെയ്യുന്നവനാക്കി, ആലാപിയാക്കി എന്നെ ചെയ്താലും എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എത്ര അവശതയിലും ആ ഭഗവാന്റെ നാമം മറക്കാതിരിക്കാൻ, ഭഗവാൻ നമ്മളെ വിട്ടുപോകാതിരിക്കാൻ നിരന്തരം ഭക്തിയോടുകൂടി ആ ഭഗവാന്റെ നാമം അഭ്യസിക്കുക എന്ന് പറയുക. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. ഇങ്ങനെയൊക്കെ നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കാം. നമാമി നാരായണ പാദപങ്കജം കരോമി നാരായണ പൂജനം സദാ വദാമി നാരായണ നാമ നിർമ്മലം സ്മരാമി നാരായണ തത്വമവ്യയം. പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമം അതുപോലെ ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിനു നീരിന്നു വേണ്ട ചില നിജദാരങ്ങൾ വേണ്ടതിനു നാരായണാച്യുത ഹരേ എന്നതിനൊരുവർ നാവൊന്നേ വേണ്ടു ഹരിനാരായണായ നമഃ. ഭഗവാന്റെ നാമം ചൊല്ലാൻ ഒന്നും വേണ്ടെന്ന. ഊരിന്നു വേണ്ട, ഏതെങ്കിലും പ്രത്യേക ദേശം നോക്കേണ്ട കാര്യമില്ല. ഏത് ദേശത്തിരുന്നും ചൊല്ലാവുന്നതാണ്. ശ്മശാനത്തിലിരുന്നും ചൊല്ലാം, പർവ്വതത്തിലും സമുദ്രത്തിലും നദിയിലും ഗുഹയിലും എവിടെ ഇരുന്നും ചൊല്ലാവുന്നതാണ്. ഊരിന്നു വേണ്ട ചില ഭാരങ്ങൾ വേണ്ടതിന്, ഭഗവാന്റെ നാമം ചൊല്ലാനായിക്കൊണ്ട് ഒരു ഭാരങ്ങളും വേണ്ട, സംഭാരങ്ങളൊന്നും ആവശ്യമില്ല. പൂജകളാണെങ്കിൽ സംഭാരം വേണം, യാഗങ്ങളും യജ്ഞങ്ങളും നടത്താനായിക്കൊണ്ട് പല സംഭാരങ്ങൾ വേണം. ഇതൊന്നും വേണ്ട. ചില ഭാരങ്ങൾ വേണ്ടതിന് നീരിന്നു വേണ്ട, ഒരു തുള്ളി വെള്ളം പോലും വേണ്ട. ആചമനാദികൾ പോലും ചെയ്യണമെന്നില്ല, ഭഗവാന്റെ നാമം ചൊല്ലാൻ. കാരണം നമ്മൾ ഭഗവാന്റെ നാമം ചൊല്ലാൻ വേണ്ടി ആചമനം ചെയ്യുമ്പോൾ പോലും എന്താ ചൊല്ലുന്നത്? ഭഗവാന്റെ നാമം. അവിടെ നമ്മൾ സ്പർശിക്കുന്ന ജലത്തേക്കാൾ ശക്തി ഏതിനാണ്? ചൊല്ലുന്ന മന്ത്രത്തിനാണ്. ഓം അച്യുതായ നമഃ, ഓം അനന്തായ നമഃ, ഓം ഗോവിന്ദായ നമഃ. ആ മൂന്ന് നാമങ്ങൾക്കാണ് നമ്മളെ ശുദ്ധീകരിക്കാനുള്ള ശക്തി, അല്ലാതെ വെള്ളത്തിനല്ല. വെള്ളം വെറും ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതീകാത്മകമാണ്. വെള്ളമല്ല നമ്മളെ ശുദ്ധമാക്കുന്നത്. വെള്ളം നമ്മൾ എവിടെയും തൊടുന്നില്ല, ഒന്നും കഴുകുന്നില്ല, ദേഹത്ത് മുഴുവൻ വെള്ളമൊഴിച്ച് തേച്ച് കുളിക്കുന്നൊന്നുമില്ല ആചമനം ചെയ്യുമ്പോൾ.
കണ്ണും മൂക്കും വെള്ളമൊഴിച്ച് കഴുകുന്നില്ല. അതിന്റെ പ്രതീകാത്മകമായിട്ട് ഓരോ തുള്ളി വെള്ളം കയ്യിൽ എടുത്ത് കാണിക്കുന്നേ ഉള്ളൂ. ഓം അച്യുതായ നമ, ഓം അനന്തായ നമ, ഓം ഗോവിന്ദായ നമ. അപ്പോൾ വെള്ളമല്ല നമ്മളെ ശുദ്ധീകരിക്കുന്നത്, ചൊല്ലിയ നാമമാണ്. അപ്പൊ നാമം ചൊല്ലിയ പോരെ, എന്തിനാ വെള്ളം? വെള്ളമില്ലാതെ നാമം ചൊല്ലാം. അതാണ് നീരിന്നു വേണ്ട. നീര് എന്ന് പറഞ്ഞാൽ ജലാശയങ്ങൾ അല്ലെങ്കിൽ നദികൾ, ഗംഗ, യമുന മുതലായ തീർത്ഥസ്ഥാനങ്ങൾ പോയിട്ട് വേണ്ട നാമം ചൊല്ലാൻ. നീരിന്നു വേണ്ട നിജതാരങ്ങൾ വേണ്ടതിന്. സ്വന്തം ഭാര്യ വേണ്ട, കൂടെ ഭാര്യയാണെങ്കിൽ ഭർത്താവ് വേണ്ട. യാഗങ്ങൾ യജ്ഞങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് വേണം? യജമാനനും യജമാനിയുമായിട്ട് ഒന്നിച്ച് ദമ്പതികളായിരുന്നു വേണം കർമ്മം ചെയ്യാൻ. ഇവിടെ നിജതാരങ്ങൾ വേണ്ടതിന്. അപ്പോ എന്താ പറയുക, വിവാഹം കഴിക്കാത്തവർക്കും ഭാര്യ മരിച്ചവർക്കും ഭർത്താവ് മരിച്ചവർക്കും ഒക്കെ ആകാവുന്നതാണ് ഭഗവാന്റെ നാമം. നിജതാരങ്ങൾ വേണ്ടതിന് നാരായണ അച്യുത ഹരേ എന്നതിനൊരുവർ നാവം വേണ്ടു ഹരിനാരായണായ നമഃ. നാവു കൂടാതെ ജന്മമതാകയോ, നരകങ്ങളിൽ പേടി കുറകയോ. അല്ലേ? ഇപ്പൊ ഭഗവാന്റെ നാമം സ്പോണ്ടേനിയസ് ആയിട്ട് നമ്മുടെ നാവിൽ വരട്ടെ. അതിനൊരു പ്രത്യേക സമയം വേണ്ട, പ്രത്യേക ചടങ്ങുകൾ വേണ്ട. നമ്മളൊരു എന്താ പറയുക, പുസ്തകമെടുത്ത് ഇരുന്ന് വായന ചെയ്യണമെന്ന് നിർബന്ധമില്ല. കിടന്ന കിടപ്പില്, ഇരുട്ടാണെങ്കിൽ ഇരുട്ടത്ത് പുസ്തക സഹായമില്ലാതെ ഭഗവാന്റെ നാമം ചൊല്ലാം. കറണ്ട് പോയി ഇരുട്ടത്തിരിക്കുകയാണ്, അപ്പോഴും നാമം ചൊല്ലാം. രാത്രി കിടന്നു, ലൈറ്റൊക്കെ ഓഫ് ചെയ്തു, അപ്പോഴും ഭഗവാന്റെ നാമം ചൊല്ലാം. നാമം ചൊല്ലിക്കൊണ്ടേ കിടക്കുക. എപ്പോഴാണ് ഉറങ്ങുക എന്നറിയില്ല. ഉറക്കം അത് സംഭവിക്കും. പക്ഷെ നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ ഉപബോധ മനസ്സിൽ ആ നാമത്തിൻ്റെ സംസ്കാരം ഉണ്ടാകും. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ഭഗവാന്റെ നാമം ഓർമ്മ വരും. അതുകൊണ്ട് പലതും പറഞ്ഞു പകൽ കളയുന്ന നാവു തവ തിരുനാമ കീർത്തനമിതതിനായി വരേണമിഹ. കലിയായ കാലമിതിലതുകൊണ്ടു മോക്ഷഗതി എഴുതെന്നു കേൾപ്പു ഹരിനാരായണായ നമഃ. ഇങ്ങനെ എത്രയെത്ര മഹാത്മാക്കൾ എന്തെല്ലാം പറഞ്ഞു തന്നിരിക്കുന്നു ഭഗവാന്റെ നാമത്തിൻ്റെ മഹിമ. അതുകൊണ്ട് ആ നാമജപ സംസ്കാരം നമ്മുടെ ഉള്ളിൽ ഉറക്കട്ടെ. ഏതവസ്ഥയിലും, ഒന്ന് വീഴാൻ പോകുമ്പോഴും, ഒരു എന്താ പറയുക, ശ്വാസം മുട്ട് അനുഭവിക്കുകയാണെങ്കിലും, ഒരു തുമ്മൽ വരികയാണെങ്കിലും, ഛർദ്ദിക്കാൻ വരികയാണെങ്കിലും, എന്ത് ചെയ്യുമ്പോഴും, അതുപോലെ നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഭഗവാന്റെ നാമം നമ്മുടെ നാവിൽ വരട്ടെ. എപ്പോഴാണ് നമ്മുടെ പ്രാണൻ പുറത്തു പോയത് അകത്തേക്ക് തിരിച്ചു വരാതിരിക്കുക എന്ന് നമ്മുടെ കയ്യിൽ നമുക്ക് നിശ്ചയമില്ല. ഏത് നിമിഷവും എവിടെ വെച്ചും എന്തും സംഭവിക്കാം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയവർ തിരിച്ച് വീട്ടിലേക്ക് വരാറില്ല പലപ്പോഴും. ആരോഗ്യത്തോടെ ഇറങ്ങിപ്പോയവരാണ് വാഹന അപകടങ്ങളിൽപ്പെട്ട് തിരിച്ചു വരാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കായിട്ട് തിരിച്ചു വരാതിരിക്കുന്നത്, പല അപകടങ്ങൾ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ഇതൊരു ശീലമാക്കുക. നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും ആ ശീലം പകർന്നു കൊടുക്കുക. കുട്ടികൾ ഇന്ന് എന്തെല്ലാമോ ബഹളങ്ങൾ ഉണ്ടാക്കുന്നു, എന്തെല്ലാമോ കാട്ടിക്കൂട്ടുന്നു. അതൊക്കെ മാറി ഭഗവാന്റെ നാമം ജപിക്കുന്നത് സന്ധ്യാവേളകളിൽ നിർബന്ധമാക്കി മാറ്റാൻ ശ്രമിക്കുക. അമ്മമാര് ശ്രമിച്ചാൽ എല്ലാം നടക്കും. വിസൃജതി ഹൃദയം നയസ്യ സാക്ഷാത് ഹരിരവശാഭിഹിതോപ്യഘൗഗനാശഃ പ്രണയരശനയാ ധൃതാംഗ്രിപത്മഃ സ ഭവതി ഭാഗവത പ്രധാന ഉക്തഃ. അപ്പോൾ ഏതവസ്ഥയിലും ഏതവശാവസ്ഥയിലും ആരുടെ ഹൃദയത്തെ ഭഗവാൻ വിട്ടുപോകുന്നില്ലയോ, കാരണം അവൻ അവൻ്റെ ഭക്തിയാകുന്ന കയറുകൊണ്ട് ഭഗവാന്റെ പാദങ്ങളെ ദൃഢമായി ബന്ധിച്ച് അവൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വച്ചിരിക്കുന്നു.
ശിവാനന്ദ ലഹരിയിലൊക്കെ ആചാര്യ ഭഗവത്പാദർ ഇതുതന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മനസ്സാകുന്ന കുരങ്ങനെ ഭക്തിയാകുന്ന കയറുകൊണ്ട് കെട്ടി ഭിക്ഷുവായ അങ്ങ് കൂടെ കൊണ്ടു നടക്കൂ. എൻ്റെ മനസ്സാകുന്ന ആനയെ, മതയാനയെ ഭക്തിയാകുന്ന ചങ്ങല കൊണ്ട് ബന്ധിച്ച് അങ്ങയുടെ പാദമാകുന്ന ആളാനത്തിൽ ഉറപ്പിച്ചാലും ബന്ധിച്ചാലും ഇങ്ങനെ ആ ഭക്തി കൊണ്ട് ഭഗവാന്റെ പാദത്തിൽ നമ്മുടെ മനസ്സിനെ ഉറപ്പിക്കുക. അപ്പോൾ ഏതവസ്ഥയിലും ഭഗവാൻ നമ്മളെയും വിട്ടുപോയില്ല. നമ്മുടെ നാവിൽ ഭഗവാന്റെ നാമം അത് സ്വാഭാവികമായിട്ട് യാതൊരു വിഷമവും കൂടാതെ വരും. ലജ്ജ കൂടാതെ ചൊല്ലി ശീലിക്കുക, ഉച്ചത്തിൽ ചൊല്ലി ശീലിക്കുക. ഉച്ചത്തിൽ ചൊല്ലുമ്പോഴാണ് ലജ്ജ പോകുന്നത്. മനസ്സിൽ മാത്രം ജപിക്കുന്നത് നമ്മൾ ലജ്ജ കൊണ്ടാണ്. ഇടയ്ക്കൊക്കെ അങ്ങോട്ട് ഉച്ചത്തിൽ അങ്ങോട്ട് ചൊല്ലി അങ്ങോട്ട് ശീലിക്കുക, ലജ്ജയില്ലാതാവട്ടെ. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇവനാണ് ഇങ്ങനെ ആരുടെ മനസ്സിനെ ഭഗവാൻ വിട്ടുപോകുന്നില്ലയോ, ആരുടെ മനസ്സിൽ നിന്ന് ഭഗവാനെ വിടുന്നില്ലയോ, ആരുടെ അവശകാലത്ത് പോലും നാവിൽ ഭഗവത് നാമം ഉണ്ടാകുന്നുവോ അവൻ ഭാഗവത പ്രധാനഃ ഉക്തഃ, ഭാഗവത പ്രധാനൻ എന്ന് പറയപ്പെടുന്നു. ഹരിയോമതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ഏകാദശസ്കന്ധേ ഭാഗവതധർമ്മനിരൂപണം നാമ ദ്വിതീയോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി നിമി ചക്രവർത്തി മറ്റ് ചോദ്യങ്ങൾ ആരംഭിക്കുന്നു. അതിനൊക്കെ ഓരോരുത്തരായിട്ട് മറുപടി കൊടുക്കുന്നു. ആദ്യത്തെ ചോദ്യം ഇനി വരാനുള്ളത് മായയെക്കുറിച്ചിട്ടുള്ള ചോദ്യമാണ്. എങ്ങനെ മായയെ തരണം ചെയ്യാമെന്ന്, മായയുടെ ലക്ഷണം എന്താണ്, മായയെ തരണം ചെയ്യാനുള്ളതായിട്ടുള്ള മാർഗം എന്താണ് എന്നുള്ളതായിട്ടുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് നാളെ നോക്കാം. ഇന്നിവിടെ സമർപ്പിക്കാം. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നാളെ കാണാം. എല്ലാവർക്കും ശുഭരാത്രി.